കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 17 ശ്ലോകം ഏതാ നോക്കട്ടെ കേട്ടോ. അതെ, ശ്ലോകം 23 കഴിഞ്ഞ. അപ്പൊ 24 ശ്ലോകം 24. തപശൗചം ദയാ സത്യം ഇതി പാദാഃ പ്രകീർത്തിതാഃ അധർമാംശൈസ്ത്രയോ ഭഗ്നാഃ സ്മയസംഗ സംഗമദൈസ്തവ. അപ്പോ ഇതിലെന്താ പറയണ വെച്ചാൽ ഇതിലെന്താ പറയണ 24. അതെ, 24 എന്താ പറയണ വെച്ചാൽ തപസ്, അതായത് സ്വന്തം ധർമാനുഷ്ഠിച്ച് തപസ്, അതാണ് തപസ്. ശൗചം ചാൽ ക്ലെൻലിനെസ് പറഞ്ഞല്ലോ, അതായത് ബാഹ്യശുദ്ധിയും ആന്തരശുദ്ധിയും ഉണ്ട് കേട്ടോ, മനസ്സിന്റെ ശുദ്ധിയും രണ്ടും കൂടിയിട്ട്. ദയ, അതായത് ഭൂത അനുകമ്പ. സത്യം, അതായത് സത്യം മാത്രം പറയല്. ഇതി തവ, അങ്ങയുടെ പാദാഹ, കാലുകളായിട്ട് പ്രകീർത്തിതാഹ, പറയപ്പെട്ടിരിക്കുന്നു. അപ്പോ എന്താ പറയുക വെച്ചാൽ, ഈ ധർമ്മദേവൻ കാളയായിട്ട് വന്നുല്ലോ, ആ കാളയുടെ 4 കാലം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. തപസ്, ശൗചം, ദയ, സത്യം ആണ് 4 കാലുകളെ. അധർമ്മത്തിന്റെ അംശങ്ങൾ ഏതൊക്കെയാണ്? അധർമ്മത്തിന്റെ അംശം ഏതാ അറിയോ? അപ്പൊ ധർമ്മത്തിന്റെ അംശങ്ങളാണ് ഏത്? തപസ്, ശൗചം, ദയ, സത്യം. അതിനെയാണ് 4 കാലുകളായിട്ട് പറയുന്നത്. അധർമ്മത്തിന്റെ അംശങ്ങൾ എന്താ? ഗർവം, സംഘം, മതം, അസത്യം. ധർമ്മത്തിന് 4 അംശമുണ്ട്, അധർമ്മത്തിന് 4 അംശമുണ്ട്. ധർമ്മത്തിന്റെ അംശങ്ങളാണ് 4 കാലായിട്ട് ഈ ധർമ്മദേവന്റെ. ഇനി അധർമ്മത്തിന്റെ അംശം എന്തൊക്കെയാ വെച്ചാൽ ഗർവം, സംഘം, മതം. അതാണ് അധർമ്മത്തിന്റെ അംശം. എന്തൊക്കെയാണെന്നാ പറയണത്? അധർമാംശൈഹി, അധർമ്മത്തിന്റെ അംശങ്ങളായ സ്മയ സംഗമദൈഹി, അഹന്ത മീൻസ് അഹങ്കാരം, പിന്നെ അതാണ് ഗർവം. പിന്നെ ആസക്തി, സംഘം, എല്ലാറ്റിനോടും അറ്റാച്ച്മെന്റ്, അതാണ് സംഘം. പിന്നെ മതം, മതം വെച്ചാൽ ഊറ്റം, ഊറ്റൊന്നും അല്ലെങ്കിൽ ഒരു മതം എന്ന് പറഞ്ഞാൽ ഈ ദയൊന്നും ഇല്ലാതെ, ഞാൻ കേമനാണ് അപ്പൊ ദയ ഉണ്ടാവില്ല അവർക്ക്, അങ്ങനെയുള്ളവരെ. ത്രയഹ, 3 കാലുകളും ഭഗ്നാഹ, ഒടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതായത് കലികാലം വന്നപ്പോ അധർമ്മത്തിന്റെ അംശങ്ങളായിട്ടുള്ള ഗർവവും സംഘവും മതവും തപസ്സിനെയും ശൗചത്തിനെയും ദയയും ഒടിച്ചിട്ടിരിക്കുന്നു, അതിന്റെ മീതെ കയറിയിരിക്കുകയാണ്. അതായത് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, തപസ്സിന്റെ സ്ഥാനത്ത് ഗർവവും ശൗചത്തിന്റെ സ്ഥാനത്ത് സംഘവും, അറ്റാച്ച്മെന്റ്. ഗർവം വെച്ചാൽ അഹങ്കാരം. അപ്പൊ തപസ്സിന്റെ സ്ഥാനത്ത് ഗർവവും, ശൗചം ക്ലെൻലിനെസിന്റെ സ്ഥാനത്ത്, അതായത് അകത്തും പുറത്തുള്ള ശുദ്ധി കേട്ടോ, അതിന്റെ സ്ഥാനത്ത് അറ്റാച്ച്മെന്റും, ദയയുടെ സ്ഥാനത്ത് മതവും കയറിയിരുന്നു എന്ന് ആണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോ അങ്ങയുടെ കാലുകൾ ഏതൊക്കെയാന്ന് എനിക്കറിയാം. തപസ്, പിന്നെ ശൗചം, ദയ, സത്യമാണ്. ഇപ്പൊ പക്ഷേ കലികാലത്തിന്റെ ഇത് വന്നിട്ട് ബാക്കി 3 ഓൾറെഡി പോയി കഴിഞ്ഞു. ഏത്? തപസ്സും ശൗചവും ദയയും പോയി. ഇനിയിപ്പോ സത്യം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി 3ന്റെ സ്ഥാനത്തും പിന്നെന്താണ് ഗർവവും സംഘവും ദയയും കയറി ഇരിപ്പായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ 24 വായിച്ച് 25 പോവാം. തപശൗചം ദയാ സത്യമിതി പാദാഃ പ്രകീർത്തിതാഃ അധർമാംശൈസ്ത്രയോ ഭഗ്നാഃ സ്മയ സംഗമദൈസ്തവ. 25. ഇദാനീം ധർമ്മ പാദസ്തേ സത്യം നിർവർത്തയേദ്യതഃ തം ജിഘൃക്ഷത്യധർമ്മോയം അന്യതേനൈധിതഃ കലി. അപ്പോ ഈ 25 എന്താ വെച്ചാൽ, ധർമ്മ ഇദാനീം, ഹേ ധർമ്മമൂർത്തേ, അതായത് ധർമ്മദേവ, ഇദാനീം ഇപ്പോൾ, അതായത് ഈ കലിയുഗത്തില്, തേ അങ്ങയ്ക്ക് സത്യം എന്ന പാദഃ, ഒരേ പാദം ഇപ്പൊ ബാക്കിയുള്ളൂ. യതഃ യാതൊരു സത്യമെന്ന പാദത്താൽ നിർവർത്തയേത് അങ്ങ്
തന്നെത്താൻ എങ്ങനെയൊക്കെയോ ഒറ്റക്കാലുമ്പിൽ നിൽക്കണ്ട ആ സത്യത്തുമ്പില് തം അതിനെയും അനൃതേന അസത്യത്താൽ ഏത് അധർമ്മത്തിന്റെ അംശമായിട്ടുള്ള അസത്യത്താൽ ഏധിതഃ റെഡിയായിട്ട് മെച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ മൂപ്പായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ ഏധിതഃ അധർമ്മമൂർത്തിയായിട്ടുള്ള ഈ കലി അയം കലിഹി അധർമ്മമൂർത്തിയായിട്ട് റെഡിയായിട്ട് മെച്ചുവേർഡ് ടു കിൽ അങ്ങനെയുള്ള അധർമ്മം ഏധിതാച്ച അതാണ് മെച്ചുവേർഡ് എന്നാണ് മൂപ്പെത്തിയതെന്നാണ് അർത്ഥം. അങ്ങനെ അധർമ്മമൂർത്തിയായിട്ടുള്ള കലി കൊല്ലാനുള്ള തയ്യാറായിട്ടെന്നർത്ഥം. ഇനഫ് മെച്ചുവേർഡ് ഇനഫ് ടു കിൽ യു സത്യത്തിനെ. അയം കലി ജിഗൃക്ഷതി തല്ലി തകർക്കാൻ ആശിക്കുകയാണെന്ന്. ഇപ്പൊ അങ്ങക്ക് ഒരേ ഒരു കാലേ ഹേ ധർമ്മരാജാവേ അങ്ങക്ക് സത്യം എന്നുള്ള ഒരേ പാതേ ബാക്കിയുള്ളൂ. ആ സത്യം എന്ന പാദം കൊണ്ട് അങ്ങ് വളരെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റക്കാലുമ്പിൽ നിന്ന് കഴിച്ചു കൂട്ടണു ഈ കലികാലത്തില്. ഇപ്പോ അതിനെയും കലി അധർമ്മമൂർത്തിയായിട്ടുള്ള കലി അതിനെയും കൊല്ലാൻ റെഡിയായിട്ട് തല്ലി തകർക്കാൻ ആശിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. അതായത് ധർമ്മം ഈ കാളയുടെ തപസ് ശുദ്ധി ദയാസത്യം എന്നീ കാലുകൾ കൃതയുഗത്തിലെ പൂർണ്ണമായിട്ട് 4 പാദങ്ങളുണ്ടായിരുന്നു അല്ലേ? ധർമ്മദേവന് കൃതയുഗത്തിൽ 4 പാദങ്ങൾ ഉണ്ടായിരുന്നു. ധർമ്മത്തിന് ത്രേതത്തിലെ 4-1 ത്രേതായുഗമായപ്പോ 1 പോയി, ദ്വാപരത്തിൽ പകുതിയായി, കലിയിലോ 3/4 പോയി. അപ്പൊ കലിയുടെ ശക്തി കൂടുമ്പോ എന്താ ഉണ്ടാവുക? ഈ ഏകപാദത്തിനെയും കലിയുടെ അസത്യം വന്ന് നശിപ്പിക്കും. അഹന്ത അതായത് അഹങ്കാരവും സംഘവും പിന്നെ മതവും അല്ലേ? അത് കഴിഞ്ഞ് ഈ അസത്യം പദാ ഈ സത്യത്തിനെ കൊല്ലാൻ റെഡിയായിട്ട് അല്ലെങ്കിൽ തല്ലി തകർക്കാൻ ആശിച്ചും കൊണ്ട് റെഡിയാണ് എന്ന് പറയാണ്. അപ്പൊ 25 തപശൗചം ദയാ സത്യം അല്ല ഇദാനീം ധർമ്മപാദസ്തേ സത്യം നിർവർത്തയേദ്യതഃ തം ജിഗൃക്ഷത്യധർമ്മോയമന്യതേനേധിത കലിഹി. 26 ഇയം ച ഭൂർഭഗവതാ ന്യാസിതോരുഭരാ സദീ ശ്രീമദ്ഭിസ്തത്പദന്യാസൈഃ സർവദാ കൃതകൗതുകാ. പിന്നെന്താ പറയണേ? 26 ഇയം ഭൂച ഈ ഭൂമിദേവിയും ഭഗവത ശ്രീകൃഷ്ണ ഭഗവാനാൽ എന്താ ന്യാസിതോരുഭയാ സതി ഇറക്കി വെക്കപ്പെട്ട ഭാരത്തോടു കൂടിയവ ആയിട്ട്, അതായത് ഭൂഭാരം കുറച്ചുല്ലോ, ഭൂഭാരം ഇറക്കി വെച്ചു ഭഗവാൻ ഇല്ലേ? ഈ ഭൂമിദേവിയും ശ്രീകൃഷ്ണ ഭഗവാനാൽ ഇറക്കി വെക്കപ്പെട്ട ഭൂഭാരത്തോടു കൂടിയവളായിട്ട് ശ്രീമദ്ഭി ശ്രീത്വത്തോടുകൂടി തത്പദന്യാസൈഹി അതായത് ഭഗവാന്റെ തൃപ്പാദ വിന്യാസങ്ങൾ കൊണ്ട് സർവത എല്ലായിടത്തും കൃത കൗതുക മീൻസ് എന്താ? മംഗളദായിനിയായിട്ടാണ് വർത്തിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ തിരിച്ചു പോണ വരെ ഈ ഭൂമിദേവി ശ്രീകൃഷ്ണ ഭഗവാനാൽ ഭൂഭാരം ഒക്കെ കളഞ്ഞത് കാരണം വളരെ ശ്രീത്വത്തോടു കൂടി ഭഗവാന്റെ തൃപ്പാദ വിന്യാസങ്ങളെ കൊണ്ട് എല്ലായിടത്തും ഭഗവാന്റെ പാദകമലങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആ ഭഗവാന്റെ ശംഖും അല്ല ചക്രവും എന്താണ് തോട്ടിയും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? ആ ഭഗവാന്റെ ചിഹ്നങ്ങളൊക്കെ ഭൂമിയിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം വളരെ മംഗളദായിനിയായിട്ട് ഇരിക്കുകയായിരുന്നു ഇത്ര കാലം, വർത്തിക്കുകയായിരുന്നു ഇത്രയും കാലം ഭഗവാൻ പോണ വരെ. അതാണ് പറഞ്ഞത്. ഈ ഭൂമിദേവി ശ്രീകൃഷ്ണ അതായത് ഈ ഗോരൂപിണിയായിരിക്കുന്ന ഗോരൂപത്തിൽ കാണുന്ന ഈ ഭൂമിദേവിക്ക് പിന്നെ ഉണ്ടാർന്ന ഭാരത്തിനെ മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാൻ നശിപ്പിച്ചതുകൊണ്ട് ആ ഭഗവാന്റെ പാദകമലങ്ങളുടെ അടയാളം കൊണ്ട് ഭൂമിദേവി മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരുന്നു. അത് കാരണം എല്ലാം എപ്പോഴും മംഗളദായിനിയായിട്ട് വർത്തിച്ചിരുന്നു ഭൂമിദേവിന്ന്. അപ്പൊ 26 ഇയഞ്ച ഭൂർഭഗവതാ ന്യാസിതോരുഭരാ സതി ശ്രീമദ്ഭിസ്തത്പദന്യാസൈഃ സർവദ കൃത കൗതുകാ ശോചത്യശ്രുകലാ സാധ്വീ ദുർഭഗേവോച്ഛിതാധുനാ അബ്രഹ്മണ്യാ നൃപവ്യാജാഃ ശൂദ്രാ ഭോക്ഷ്യന്തി മാമിതി. ഈ അധുന ചാലോ ഇപ്പോൾ സാധ്വി ഉത്തമയായിട്ടുള്ള ഈ ഭൂമിദേവി ഉജ്ജിത ഭഗവാനാൽ
കൈവിടപ്പെട്ട് മീൻസ് ഉപേക്ഷിക്കപ്പെട്ട്. ഭഗവാൻ പോയില്ലോ, അതാണ് ഉച്ഛിതാച്ചാൽ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട്. ദുർഭഗ ഇവ ഭാഗ്യം കെട്ടവളെ പോലെ ആയിരിക്കുന്നു. ഭഗവാൻ പോയതിനു ശേഷം വളരെ മംഗളദായിനിയായിട്ട് സ്ത്രീത്വത്തോടു കൂടിയിരുന്ന ആ ഭൂമിദേവി ഇപ്പോ ദുർഭഗയായി, ഭാഗ്യം കെട്ടവളായിപ്പോയി. അബ്രഹ്മണ്യാഹ ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരും നൃപവ്യാജാഹ രാജാക്കന്മാരാണെന്ന് നടിക്കുന്നവരും, ശരിക്ക് രാജത്വം ഒന്നും ഇല്ലാതെ രാജാക്കന്മാരാണെന്ന് നടിക്കുന്നവരുമായ ശൂദ്രാഹ ശൂദ്രന്മാർ മാം എന്നെ ഭോക്ഷ്യന്തി അനുഭവിക്കാൻ പോകുന്നുവല്ലോ ഇതി എന്നോർത്ത് അശ്രുകല കണ്ണീരൊഴുക്കി ശോചകി കരയുന്നു. ഭഗവാൻ പോയപ്പോ ഭൂമിദേവി ഭാഗ്യം കെട്ടവളെ പോലെ ആയിട്ട് എന്താ സങ്കടം? ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരും രാജാവാണെന്നുള്ള വെറും നാട്യത്തോടു കൂടിയവരും ആയിട്ടുള്ള ശൂദ്രന്മാരെ എന്ന് പറഞ്ഞാൽ അറിവ് കെട്ടവരെന്നെ അർത്ഥമുള്ളൂ കേട്ടോ. അവിവേകികളെന്നേ അർത്ഥമുള്ളൂ ഇവിടെ ശൂദ്രന്മാരെന്നുള്ളതിന്. അല്ലാണ്ട് ഒരു വർണ്ണത്തിനെയല്ല പറഞ്ഞ. അവിവേകികളായിട്ടുള്ള, അതായത് ബ്രഹ്മജ്ഞാനികളെ ബഹുമാനമില്ലാത്തവര്. ബ്രാഹ്മണർ പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മജ്ഞാനികളാണ്. ബ്രഹ്മജ്ഞാനികളെ ശ്രീകൃഷ്ണന് ഭയങ്കര ബഹുമാനാണ് ബ്രഹ്മജ്ഞാനികളെ. അപ്പൊ എല്ലാവർക്കും ബഹുമാനായിരുന്നു. ഇപ്പൊ ഭഗവാൻ പോയപ്പോ ബ്രഹ്മജ്ഞാനികളെ ഒന്നും ബഹുമാനമില്ല. രാജാവ് അല്ലാത്തവരൊക്കെ ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുക. അവിവേകികള്, ശൂദ്രന്മാരെ പറഞ്ഞ ഇവിടെ അവിവേകികളെന്ന് അർത്ഥമുള്ളൂ. അവിവേകികള് എന്നെ ഇങ്ങനെ അനുഭവിക്കണമല്ലോ, അവരാൽ ഞാൻ അനുഭവിക്കപ്പെടുന്നുവല്ലോ എന്നാണ് ഭൂമിദേവിക്ക് സങ്കടം. ഇതുവരെ നല്ല ധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാരും ബ്രഹ്മജ്ഞാനികളെ ബഹുമാനമുള്ള രാജാക്കന്മാരും വളരെ നന്നായിട്ട് ഭരിച്ചിരുന്ന എന്നെ ഇപ്പോ ബ്രഹ്മജ്ഞാനികളെ ഭക്തിയില്ലാത്തവരും രാജാവാണെന്ന് നടിച്ചു നടക്കുന്നവരും ആയിട്ടുള്ള അവിവേകികളെ എന്നെ അനുഭവിക്കുകയാണല്ലോ എന്നോർത്തിട്ട് കണ്ണീരൊഴുക്കി കരയാണ് ഭൂമിദേവി ഇപ്പോ. അതായത് പതിവ്രതയായിട്ടുള്ള ഈ ഭൂമിദേവി ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഉപേക്ഷിച്ചു. അപ്പോ ഭാഗ്യം കെട്ടവളായി തീർന്നു. അപ്പൊ അന്നൊക്കെ എല്ലാവർക്കും ബ്രാഹ്മണ ഭക്തി ഉണ്ടായിരുന്നല്ലോ. അതുപോലെയല്ല ഇപ്പോ ഈ കലികാലം വന്നപ്പോ എല്ലാവരും രാജാക്കന്മാരുടെ വേഷം ധരിച്ച് പ്രജകളെയൊക്കെ ദ്രോഹിച്ച് വഞ്ചിച്ച് ഇങ്ങനെ ഈ ഭൂമി മുഴുവന് നടന്ന് അവര് ശരിക്കും ഇഷ്ടം പോലെ നടന്ന് ഭൂമി ദേവിയുടെ എല്ലാ ദ്രവ്യങ്ങളും അനുഭവിച്ച് കഴിയാണ്. അത് കാണുമ്പോഴാണ് എനിക്ക് ദുഃഖം വരണത് എന്ന്, അല്ല അതുകൊണ്ടാണ് ഭൂമിദേവി കരയണത് എന്നാണ് ഇപ്പൊ പറയണത്. അപ്പോ 27 അതുകൊണ്ട് ഭൂമിദേവി കണ്ണീരൊൽപ്പിച്ച് കരയണമെന്ന്. ശോചത്യശ്രുകലാ സാധ്വി ദുർഭഗേവോച്ഛിതാധുന അബ്രഹ്മണ്യ നൃപവ്യാജാ ശൂദ്ര ഭോക്ഷ്യന്തി മാമിതി. എന്നെ ഇവര് അനുഭവിക്കണമെന്ന് ദുഃഖം കൊണ്ട്. 28 ഇതി ധർമ്മം മഹീം ചൈവ സാന്തയിത്വാ മഹാരഥഃ നിശാതമാദദേ ഖൽഗം കലയെ അധർമ്മഹേതവേ. എന്താ നീ പറഞ്ഞ? ഈ മഹാരഥ പരാക്രമശാലിയായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ്, മഹാരഥൻ വെച്ചാൽ ഇവിടെ മഹാരഥനായിട്ടുള്ള രാജാവ്, ഈ വിധം ധർമ്മം ച ധർമ്മദേവനെയും മഹീം ച ഭൂമിദേവിയെയും സാന്ത്വയിത്വ സമാധാനിപ്പിച്ചതിന് ശേഷം അധർമ്മഹേതവേ അധർമ്മത്തിന് ഹേതുഭൂതനായിട്ടുള്ള കലിയുടെ നേർക്ക് നിഷാദം ചാലോ നല്ല മൂർച്ചയേറിയ ഖൽഗം വാൾ ആദദേ എടുത്തു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവ് ഇപ്പൊ പറഞ്ഞ പോലെ ധർമ്മദേവനെയും ഭൂമിദേവിയെ നല്ലോണം വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചിട്ട് വേഗം അധർമ്മത്തിന് കാരണമായിട്ടുള്ള കലിയുടെ നേർക്ക് മൂർച്ച ഏറിയ വാളും എടുത്ത് തിരിഞ്ഞു. അതായത് കലിയുടെ നേർക്ക് തിരിഞ്ഞു, മൂർച്ചയേറിയ വാളും പിടിച്ചിട്ട് ഇവരെ സമാധാനിപ്പിച്ചതിന് ശേഷം. അതാണ് ഇതി ധർമ്മം മഹീം ചൈവ സാന്ത്വയിത്വാ മഹാരഥഃ നിശാതമാദദേ ഖൽഗം കലയെ അധർമ്മഹേതവേ. അധർമ്മഹേതുവായിട്ടുള്ള കലിയെ കൊല്ലാനായിട്ട് മൂർച്ചയുള്ള വാളും കൊണ്ട് റെഡിയായി. മൂർച്ചയുള്ള വാളെടുത്ത് പിടിച്ചു എന്നർത്ഥം. 29, 30 കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ പരീക്ഷത്തിന്റെ കലിയോടുള്ള വർത്തമാനാണ്, അല്ല കലിയോടുള്ള സംഭാഷണം. അപ്പൊ നമുക്ക് 29, 30 ചെയ്യാം. തം ജിഘാംസുമഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വല. അപ്പൊ കലി എന്താ ചെയ്ത?
മൂർച്ചയേറിയുള്ള വാൾ കൊടുത്തിട്ട് കല്ലിന്റെ നേർക്ക് തിരിഞ്ഞുവല്ലോ. അപ്പോ തം ജിഘാംസും അഭിപ്രേത്യ, അദ്ദേഹം തന്നെ കൊല്ലാൻ ഭാവിക്കുകയാണെന്ന്, മുമ്പോട്ട് വരികയാണെന്ന് അറിഞ്ഞിട്ട്, അഭിപ്രേത്യ തം ജിഘാംസും അഭിപ്രേത്യ എന്നാണ്. അവനെ ജിഘാംസും കൊല്ലാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് അഭിപ്രേത്യ അറിഞ്ഞിട്ട്, കൊല്ലാൻ ആഗ്രഹിക്കണമെന്ന് അറിഞ്ഞിട്ട്, അഭിപ്രേത്യ അറിഞ്ഞിട്ട്, ഭയവിഹ്വല ഭയത്താൽ അവശനായിത്തീർന്ന കലി നൃപലാഞ്ചനം രാജലക്ഷണത്തെ, അതായത് രാജാവിന്റെ വേഷം കെട്ടിയിട്ടുണ്ടല്ലോ, ആ ലക്ഷണങ്ങളെയൊക്കെ വിഹായ ഉപേക്ഷിച്ചു, രാജലക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ടോ തത്പാദമൂലം അങ്ങയുടെ പാദകമലങ്ങളെ ശിരസ്സുകൊണ്ട് സമഗാത് സമാശ്രയിച്ചു, നമസ്കരിച്ചു. കലി മൂർച്ചുള്ള വാളുകൊടുത്തിട്ട് നേർക്ക് തിരിഞ്ഞില്ലേ. കലി എന്ത് ചെയ്തു? തന്നെ കൊല്ലാൻ ഭാവിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഭയം കൊണ്ട് വിവശനായിട്ട് അവൻ രാജാവിന്റെ വേഷം കെട്ടിയിരുന്നല്ലോ, ആ രാജാവിന്റെ വേഷമൊക്കെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് ഈ പരീക്ഷിത മഹാരാജാവിന്റെ പാദങ്ങളില് ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു, ആശ്രയിച്ചു. ശിരസ്സുകൊണ്ട് ആശ്രയിക്കുക പറഞ്ഞ എന്താ? നമസ്കരിച്ചു, കാൽക്കലെന്ന് അതേ അർത്ഥമുള്ളൂ. അപ്പോ 29 തം ജിഘാംസുമഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വല. 30 പതിതം പാദയോർവീക്ഷ്യ കൃപയാ ദീനവത്സലഃ ശരണ്യോ നാവധീശ്ലോക്യ ആഹ ചേദം ഹസന്നിവാ. അവധീത് ആലോക്യ, അതാണ് വീക്ഷിച്ചിട്ട്. ഇനി എന്താ ഇതിൽ പറയണ വെച്ചാൽ 30 പാദയോഹോ പാദങ്ങളിൽ പതിതം വീണ് കിടക്കണ കലിയെ വീക്ഷ്യ കണ്ടിട്ട്, ദീനവത്സലഃ ദീനന്മാരോട് വളരെ അനുകമ്പയുള്ള, ശരണ്യഃ ശരണപ്രദനുമാണ്, ശരണം കൊടുക്കണ ആളുമാണ്, ശരണാഗതി അടഞ്ഞവർക്ക് ശരണം കൊടുക്കണ ആളാണ് ഭഗവാനെ പോലെ. ശരണ്യ ശ്ലോക്യ പ്രശംസനീയമായിട്ടുള്ള ഈ പരീക്ഷിത മഹാരാജാവ് കൃപയ കാരുണ്യത്താൽ അവധീത് വധിച്ചില്ല, നാവധീന്നാണല്ലോ ശ്ലോക്യ, നാവധീത് ശ്ലോക്യ എന്നാണ്. അപ്പൊ അവധീത് ശ്ലോക്യ എന്നാണ് അതില്. ശരണ്യോ നാവധീത് ശ്ലോക്യ വെച്ചാൽ അവധീത് ശ്ലോക്യ എന്ന്, അതായത് വളരെ പ്രശംസനീയ. ശ്ലോക്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രശംസ അർഹിക്കണ രാജാവ് എന്നർത്ഥം. കൃപയ കാരുണ്യത്താൽ അവധീത് വധിച്ചില്ല, ഹസൻ ഇവ അല്പം പുഞ്ചിരിക്കുക ചെയ്തു. എന്നിട്ടോ ഇതം ഇങ്ങനെ ആഹാച്ച പറയുകയും ചെയ്തു. ഭഗവാൻ കാൽക്കൽ അങ്ങോട്ട് വീണപ്പോ, കാൽക്കൽ വീണ് ഇപ്പൊ കലി രാജവേഷമൊക്കെ മാറ്റി പരീക്ഷിത മഹാരാജാവിന്റെ പാദങ്ങളില് കാൽക്കൽ വീണു പറഞ്ഞില്ലേ, ശിരസുകൊണ്ട് നമിച്ചു പറഞ്ഞില്ലേ. അപ്പോ പരീക്ഷിത മഹാരാജാവ്, അപ്പയ്ക്കും പരീക്ഷിത മഹാരാജാവിന് ഭയങ്കര ദയ തോന്നി, ദീനാനുകമ്പണ്ടേ. അതാണ്, ദീനന്മാരോട് വളരെ അനുകമ്പണ്ട, ദയുള്ള ആളാണ്. മാത്രല്ല അവനോട് ശരണാഗതി അടഞ്ഞോരെ ശരണം കൊടുക്കും ചെയ്യും, അങ്ങനത്തെ ആളാണ്. അപ്പോ ശരണപ്രദനുമാണ്, ശരണം നൽകണ ആളുമാണ്, ഗതി നൽകണ ആളാണ്. അപ്പോ ദീനാനുകമ്പയോട് കൂടിയവനും ശരണപ്രദനും ശ്ലോക്യ വളരെ പ്രശംസ അർഹിക്കുന്നവനുമായ നമ്മുടെ പരീക്ഷിത മഹാരാജാവ് കാരുണ്യത്താൽ കൃപ കൊണ്ട് അവധീത് ആ കലിയെ വധിച്ചില്ല, ഹസൻ ഇവ കുറച്ചൊന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇതം ഇങ്ങനെ ആഹാച്ച പറയുകയും ചെയ്തു. പുഞ്ചിരിച്ചുകൊണ്ട് ആ കലിയോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോ ഇനി ഉള്ളത് എന്താ വെച്ചാൽ 19 മിനിറ്റായി, അപ്പൊ ഞാൻ നിർത്താൻ പോവാണ്. അപ്പൊ ഇനി രാജാവ് കലിയോട് പറയണതാണ്. അപ്പൊ ധർമ്മദേവനായിട്ടും ഭൂമിദേവിയായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞു. എന്നിട്ട് അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വേണ്ട ശിക്ഷ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് മൂർച്ചുള്ള വാളൂരി പിടിച്ച് തിരിഞ്ഞു പറഞ്ഞല്ലോ. അപ്പോഴാണ് കലി വേഗം നമസ്കരിച്ചതേ. അപ്പോ വധിച്ചില്ല, പെട്ടെന്നൊന്നും വധിച്ചില്ല. എന്നിട്ട് വേഗം കലിയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അപ്പൊ ഞാൻ 30 കൂടി വായിച്ചിട്ട് നമുക്ക് ഈ സെഷൻ നിർത്താം. പതിതം പാദയോർവീക്ഷ്യ കൃപയാ ദീനവത്സലഃ
ശരണ്യോ ന അവധീത് ശ്ലോക്യഃ ആഹ ചേദം ഹസന്നിവ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.